സംസ്ഥാനത്ത് അതിരൂക്ഷമായ പാചകവാതക പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി സമിതിയുടെ ആഭിമുഖ്യത്തിൽ മുക്കം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ മുക്കം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി ഉദ്ഘാടനം ചെയ്തു. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമായ സാഹചര്യത്തിൽ വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കി പാചകവാതകക്ഷാമം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് പാചകവാതകക്ഷാമം പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ മുക്കം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. വ്യാപാരി വ്യവസായി സമിതി മുക്കം ഏരിയ കമ്മിറ്റിയും താമരശ്ശേരി ഏരിയ കമ്മിറ്റിയും സംയുക്തമായായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. പാചകവാതകത്തെ ആശ്രയിക്കുന്ന നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ വലിയ പ്രതിസന്ധിയിലാണെന്നും സിലിണ്ടറുകളുടെ ലഭ്യത കുറയുകയും വില വർദ്ധിക്കുകയും ചെയ്തതോടെ വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണെന്നും സമരക്കാർ പറഞ്ഞു. നിരവധി പേരാണ് മാർച്ചിൽ പങ്കെടുത്തത്. തുടർന്ന് നടന്ന ധർണ മുക്കം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമുക്ക് ഇത്തരം ഒരു സംഭവം ഉണ്ടായപ്പോ, ഈ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോ ഇറാന്റെ അടുത്തേക്ക് ഗെഞ്ചാണ്. നമുക്ക് ഓർമസ് കടലിടക്ക് അടച്ചു കഴിഞ്ഞപ്പോ നമുക്ക് ഇതൊന്നും കിട്ടാതെയായി. പാചകവാതകം മാത്രമല്ല, പെട്രോൾ, ഡീസൽ ഇതെല്ലാം കിട്ടാതെയാവാൻ പോവാണ്. എന്നിട്ട് അതിനൊരു പ്രതിസന്ധിയുണ്ടായോ? വീണ്ടും വീണ്ടും ആക്രമണം അഴിച്ചുവിടുകയാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്, അവരുടെ എണ്ണ കമ്പനികളുടെ കേന്ദ്രമാണ് കാർഗിൽ. ആ കേന്ദ്രം അടിച്ചു തകർത്തു കഴിഞ്ഞ ദിവസം. ഇതെല്ലാം ചെയ്യുന്നത് യാതൊരു പ്രകോപനവും ഇല്ലാണ്ടാണ്. അങ്ങനെ ആ എണ്ണ കമ്പനിയുടെ പ്രധാന കേന്ദ്രം, വ്യോമ നാവിക കേന്ദ്രം അടിച്ചു തകർത്തപ്പോ തീർച്ചയായിട്ടും അതിനൊരു പ്രതികരണം ഉണ്ടായി. താമരശ്ശേരി ഏരിയ പ്രസിഡന്റ് ഒ കെ നാരായണൻ അധ്യക്ഷനായി. മുക്കം ഏരിയ പ്രസിഡന്റ് കെ ടി നളേശൻ, താമരശ്ശേരി ഏരിയ ജോയിന്റ് സെക്രട്ടറി വാസു, മുക്കം വൈസ് പ്രസിഡന്റ് സജീഷ് വയലത്ത്, ജോയിന്റ് സെക്രട്ടറി ഷിബു കല്ലൂർ, ട്രഷറർ ചില്ലാനം വിജയൻ, യു കെ ശശിധരൻ, രാജഗോപാലൻ, ബാബു ചമ്പറ്റ, സർവം ഗിരീഷ് ബാബു, എം കെ വിജു, ഉണ്ണിനാരായണൻ, ബാബു വെള്ളാരംകുന്നത്ത്, കൈരളി സുൽഫി തുടങ്ങിയവർ സംസാരിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.